പ്രിയമുള്ളവരെ, വചനജ്വാല 1231 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സിയോനിൽ വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും. പീഡിതരെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് തന്നെ വെളിപ്പെടുത്തി. അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയുമില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മനുഷ്യർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവരെ ഭയദീനരാക്കണമേ. തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ ഹിലരിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അക്വിറ്റൈനിൽ പോയിറ്റേഴ്സ് എന്ന സ്ഥലത്ത് ഗാല്ലോ റോമൻ കുടുംബത്തിൽ വിജാതീയരിൽ നിന്ന് ജനിച്ച ഹിലരി മധ്യവയസ്കനായപ്പോഴാണ് ക്രിസ്തു മതം സ്വീകരിച്ചത്. വിശുദ്ധ ഗ്രന്ഥ പാരായണമാണ് മാനസാന്തര കാരണം. താമസിയാതെ ഭാര്യയെയും മക്കളെയും മാനസാന്തരപ്പെടുത്തി. മാനസാന്തര ശേഷം പാഷണ്ഡികളോട് ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലും വെറുപ്പായിരുന്നു. ക്രമേണ കാർക്കശ്യം ഉപേക്ഷിക്കുകയും താമസിയാതെ പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. 38-ാം വയസ്സിൽ സ്വദേശത്തെ മെത്രാനായി. പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ തന്നെ വൈവാഹിക സന്തോഷം ഉപേക്ഷിച്ചിരുന്നു. പാഷണ്ഡത തഴച്ചു വളരുന്ന കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ടു. അക്കാലത്തെ പാരിത്രത്തെ പറ്റി ഒരു മഹാഗ്രന്ഥം രചിച്ചു. സെലൂക്യായിലെ സൂനകദോസിൽ പങ്കെടുത്ത് പാഷണ്ഡികളെ പരാജയപ്പെടുത്തി. 8 കൊല്ലം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി ഫ്രാൻസിലേക്ക് തിരിച്ചു പോന്നു. എല്ലാ പ്രവർത്തികളിലും പ്രഭാഷണങ്ങളിലും ദൈവസ്തുതി ചൊല്ലിക്കൊണ്ടായിരുന്നു ആരംഭിച്ചിരുന്നത്. ദൈവ നിയമങ്ങളെപ്പറ്റി രാപ്പകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആര്യൻ പാഷണ്ഡതയോടും പൈലാജിനിയസത്തെയും വീറോടെ എതിർത്തിരുന്ന ഹിലരിയെ വിശുദ്ധ അഗസ്തൻ വിളിച്ചിരുന്നത് തിരുസഭയുടെ മഹാവേദപാരംഗതൻ എന്നാണ്.
53-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ സഭാപിതാവായ വിശുദ്ധ ഹിലരിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.